അടുത്തത് ക്യാൻസറിന് എന്തൊക്കെയാണ് കോസസ്. സോ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇന്ത്യയിൽ മോർ ദാൻ 1 മില്യൺ ക്യാൻസർ പേഷ്യൻസുകളുണ്ട്. അതിൽ ഓരോ വർഷവും ഒരുപാട് പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ബയോളജി അഥവാ മെഡിസിനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻറ്റൻസായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ക്യാൻസർ. ക്യാൻസറിന് എന്താണ് കാരണം, അതിൻ്റെ മെക്കാനിസം എന്താണ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഒരു നോർമൽ സെല്ല് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുന്നത്, ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് റിസർച്ച് നടക്കുന്ന ഏരിയയാണ് ബയോളജിയിലും മെഡിസിനിലും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാൻസറിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ. സോ കോസസ് ഓഫ് ക്യാൻസർ. സോ ഒരു നോർമൽ സെല്ല് ട്രാൻസ്ഫോം ചെയ്ത് ക്യാൻസറസ് അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് സെല്ലാവുന്നു. അതാണല്ലോ ക്യാൻസർ. നോർമൽ സെല്ല് ട്രാൻസ്ഫോർമേഷൻ വഴി ക്യാൻസറസ് അല്ലെങ്കിൽ പുതിയ നിയോപ്ലാസ്റ്റിക് സെൽസ് ആയിട്ട് മാറും. അതിന് കാരണക്കാരായ ആൾക്കാരെന്ന് പറയുന്നത് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസുകളാണ്. സോ ഒരു നോർമൽ സെല്ല് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ക്യാൻസറസ് സെല്ലായിട്ട് മാറുന്നതിന് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസ് ആണ് റീസണബിൾ ആയിട്ട് വരുന്നത്. ആ ഏജൻസുകളെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത്. സോ നോർമൽ സെല്ല് ഒരു ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറുന്നത് ഈ കാർസിനോജൻസ് വഴിയാണ്. സോ കാർസിനോജൻസ് ആണ് ക്യാൻസറസ് സെൽസിന് കാരണം. സോ എന്തൊക്കെയാണ് ആ കാർസിനോജൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേ ആൻഡ് ഗാമ. സോ എക്സ്റേ ആൻഡ് ഗാമ റേഡിയേഷൻസ് ഒക്കെ ഈ ക്യാൻസറിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നോൺ അയണൈസിങ് റേഡിയേഷൻസ്, ഫോർ എക്സാമ്പിൾ അൾട്രാ വയലേറ്റ്. സോ അൾട്രാ വയലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, DNA ഡാമേജ് ചെയ്യും. അങ്ങനെ നമ്മുടെ നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ, പുതിയ സെല്ലുകളിൽ ഈ ക്യാൻസറസ് സെല്ലുകൾ, ട്യൂമർ സെല്ലുകൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മെലിഗ്നൻ ട്യൂമർ പോലത്തെയൊക്കെ ഉണ്ടാവുന്നു. സോ അതിനൊരു കാരണം നോൺ അയനൈസിങ് റേഡിയേഷൻസ് ആയ UV ആണ്. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാകാൻ അടുത്ത കാർസിനോജനാണ് കെമിക്കൽ കാർസിനോജൻസ്. കെമിക്കൽ കാർസിനോജൻ എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽസുകളും ക്യാൻസറിന് കാരണമായേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടുബാക്കോ സ്മോക്കിലുള്ള ആ ഒരു കെമിക്കൽസ് എന്തായിട്ട് ലങ് ക്യാൻസർ ഉണ്ടാക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലങ് ക്യാൻസറിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ടുബാക്കോ സ്മോക്ക്, അതിലുള്ള കെമിക്കൽസുകളാണ്. സോ അതൊരു കെമിക്കൽ കാർസിനോജനാണ്. പിന്നീട് വരുന്നത് ഓങ്കോജനിക് വൈറസുകളാണ്. ഓങ്കോജനിക് വൈറസ് എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകൾ, ക്യാൻസർ കോസിങ് വൈറസുകളെയാണ് നമ്മൾ ഓങ്കോജനിക് വൈറസ് എന്ന് പറയുന്നത്. ഈ ഓങ്കോജനിക് വൈറസുകൾക്ക് ഒരു സ്പെഷ്യൽ ജീനുകളുണ്ട്, അതിനെ നമ്മൾ വൈറൽ ഓങ്കോജീൻസ് പറയുന്നത്. സോ ക്യാൻസർ കോസിങ് വൈറസായ ഓങ്കോജനിക് വൈറസിലുള്ള ജീനുകളാണ് വൈറൽ ഓങ്കോജീൻസ്. ഈ വൈറൽ ഓങ്കോജീൻസും ക്യാൻസറിന് കാരണമാകുന്നു. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ സെല്ലുകളിൽ കാണുന്ന സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ CONC, സെല്ലുലാർ ഓങ്കോജീൻസ് അഥവാ പ്രോട്ടോ ഓങ്കോജീൻസ്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെല്ലുലാർ ഓങ്കോജീൻസും പ്രോട്ടോ ഓങ്കോജീൻസ് ഉണ്ട്. നോർമൽ സെല്ലുകളാണ്, എപ്പോൾ വേണമെങ്കിലും അതൊരു ക്യാൻസറസ് സെല്ലായിട്ട് മാറാൻ കഴിവുള്ള ടൈപ്പ് സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അവരാണ് സെല്ലുലാർ ഓങ്കോജീൻസ് അഥവാ പ്രോട്ടോ ഓങ്കോജീൻസ്. അവർ നമ്മുടെ നോർമൽ സെല്ലിൽ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നോർമൽ സെല്ലിൽ നമ്മളെല്ലാവരുടെ ബോഡിയിലും എന്തുണ്ട്? സെല്ലുലാർ ഓങ്കോജീൻസ് അഥവാ പ്രോട്ടോ ഓങ്കോജീൻസ്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു സർട്ടൻ കണ്ടീഷൻസിൽ സ്റ്റിമുലേറ്റഡ് ആവാം. മേ ബി നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് അല്ലെങ്കിൽ കാർസിനോജൻസ് വഴി, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാർസിനോജൻസ് വഴി അവർ സ്റ്റിമുലേറ്റഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസിൽ ഈ പറഞ്ഞ ഏജൻസ് വഴി ഈ പറഞ്ഞ നോർമൽ സെല്ലുകൾ, അതായത് നമ്മുടെ സെല്ലുലാർ ഓങ്കോജീൻസും പ്രോട്ടോ ഓങ്കോജീൻസും ആക്ടിവേറ്റഡ് ആയിട്ട് എന്തായി മാറുന്നു? അവർ ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ, നോർമൽ സെല്ലുകളൊക്കെ ഓങ്കോജനിക് ആയിട്ട് മാറുന്നു. സോ നോർമൽ സെല്ലൊക്കെ ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു ഈ പറഞ്ഞ കാർസിനോജൻസ് വഴി. ഇങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. സോ ഇതൊക്കെയാണ് ക്യാൻസറിൻ്റെ കോസസ്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജൻസ് ആയ കാർസിനോജൻസ്.